സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പല വ്യക്തികളെയും കുടുംബങ്ങളെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇനി കണ്ടുമുട്ടുവാൻ ഇടയുമുണ്ട്. കണ്ടുമുട്ടിയവരിൽ പലരും അവരോട് അല്പം അടുത്ത് കഴിയുമ്പോൾ നമ്മളോടൊരു പക്ഷേ അവരുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാം. എന്നാൽ കൂടുതലായും കണ്ടുവരിക അവരുടെ ദുഃഖങ്ങളും നൊമ്പരങ്ങളുമൊക്കെ പങ്കുവയ്ക്കുന്നതാണ്. അങ്ങനെ പങ്കുവയ്ക്കുമ്പം അവർക്കൊരു ആശ്വാസം ലഭിക്കുന്നു, സന്തോഷം ലഭിക്കുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കാരണം ഷെയർ ചെയ്യപ്പെടുമ്പോൾ വേദനകളും ദുഃഖങ്ങളും കുറയുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആ വ്യക്തിക്ക് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ അനുഗ്രഹങ്ങൾ ഈശോ നൽകുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കണ്ടുമുട്ടിയ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം കോട്ടയം പാല സൈഡിൽ നിന്നും മലബാറിലേക്ക് കുടിയേറിപ്പാർത്ത തലമുറകളിൽപ്പെട്ട ഒരാളാണ്. സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുന്നു. വളരെ സന്തോഷത്തോടെ അദ്ദേഹം പങ്കുവെച്ച ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 2-3 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. അധ്വാനിച്ച് വലിയ സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ദൈവം 4 പെൺകുട്ടികളെ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ആൺകുട്ടിക്ക് വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇതുവഴിയും സാധിക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അച്ചോ, വലിയ വേദനയിലൂടെ കടന്നുപോയ, പട്ടിണിയിലൂടെ കടന്നുപോയ നിമിഷങ്ങളുണ്ട്. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ടാപ്പ് ചെയ്യുവാനായിട്ട് പോകണം. രാവിലെ പാലെടുക്കണം, റബ്ബർ ഷീറ്റാക്കി അത് അടിച്ച് റെഡിയാക്കി കൊണ്ടുവരണം. ഈ 4 പെൺമക്കളുടെയും വിദ്യാഭ്യാസം അത് കയ്യിലൊതുങ്ങുന്നതല്ലായിരുന്നു. പക്ഷേ എനിക്കറിയാമായിരുന്നു ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന്. ഞാൻ മൂത്തയാളെ നന്നായി പഠിപ്പിച്ച് ഒരുക്കി, നേഴ്സിംഗൊക്കെ പഠിപ്പിച്ച് അങ്ങനെ അവൾ 2008 UK പോവുകയാണ് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ, അവൾ ഈ ദുഃഖവും കഷ്ടപ്പാടും എല്ലാം കണ്ടറിഞ്ഞ് വളർന്ന ഒരു മകളായിരുന്നു. അതുകൊണ്ട് അവൾ അവിടെ പോയി അധ്വാനം ചെയ്തു. പിന്നെ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും മക്കളെ അവൾ തന്നെ ആ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അച്ചോ, എനിക്കിപ്പം ഭയങ്കര സന്തോഷമുണ്ട് ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പം. കാരണം വലിയ അധ്വാനമുണ്ടായിരുന്നു, എൻ്റെ കഷ്ടപ്പാടുണ്ടായിരുന്നു. ഞാൻ ആദ്യകാലങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ 4 പെൺമക്കളെ അങ്ങ് എനിക്ക് നൽകിയില്ലേ, എനിക്കൊരു ആൺകുട്ടിയെപ്പോലും തന്നില്ലല്ലോ എന്ന് ഞാൻ പരാതി പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. കാരണം ഈ 4 മക്കളും വലിയ നിലയിലെത്തി. എന്നോട് പറഞ്ഞു, അപ്പൻ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, അതുകൊണ്ട് ആ കൃഷി സ്ഥലമൊക്കെ വിട്ടിട്ട് ഒരു ടൗൺ ഏരിയയിലേക്ക് വന്ന് കുറച്ച് സ്ഥലമൊക്കെ എടുത്ത് ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ പറഞ്ഞു. അച്ചോ, ഇന്ന് ഞാൻ എൻ്റെ ഒരു 1/2 ഏക്കർ സ്ഥലത്ത് ഒരു ചെറിയൊരു വീടൊക്കെ വെച്ച് വലിയ സന്തോഷത്തോടെ ഒരു ടൗൺ ഏരിയയിൽ ഞാൻ താമസിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ജീവിതത്തിലെ സന്തോഷങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ. ജീവിതത്തിൽ സന്തോഷം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം നമുക്ക് ഭയങ്കരമായൊരു എനർജി, വീണ്ടും നമുക്കൊരു എനർജി കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദുഃഖങ്ങളും നൊമ്പരങ്ങളും ദുരിതങ്ങളുമെല്ലാം ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അദ്ദേഹത്തിന് അതിജീവിക്കുവാനായിട്ട് സാധിച്ചു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷിക്കുവാനുള്ളത് എന്താണ്? നമ്മുടെ പ്രിയപ്പെട്ട കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ജീവിത ദുഃഖങ്ങളിൽ നമ്മുടെ കൂടെയുണ്ട്, നൊമ്പരങ്ങളിൽ കൂടെയുണ്ട് എന്നുള്ള വലിയ ഒരു വിശ്വാസം, ഒരു ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. ഈ കർഷകൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ ബോധ്യമുണ്ടായിരുന്നു. അർദ്ധരാത്രിയിൽ ടാപ്പ് ചെയ്യാൻ പോകുമ്പോഴും ബോധ്യമുണ്ടായിരുന്നു, എൻ്റെ ദൈവം എനിക്ക് എൻ്റെ കുടുംബത്തെ പുലർത്തുവാനുള്ള വരുമാന മാർഗങ്ങൾ നൽകുമെന്ന്, സാമ്പത്തിക സുസ്ഥിതി നൽകുമെന്ന് ഇദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു.
ഈ ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ ജീവിക്കുവാനായിട്ട്, ജീവിതത്തിന് ആക്കം കൂട്ടുവാനായിട്ട് പ്രേരിപ്പിച്ചത്. ഇന്ന് വലിയ സന്തോഷത്തോടെ ആ മക്കൾ ജീവിക്കണമെങ്കിൽ അതിന് പിന്നിലും ഒരു കാരണമുണ്ട്. പ്രിയപ്പെട്ട പിതാവിൻ്റെ മാതാവിൻ്റെ അധ്വാനവും കഷ്ടപ്പാടും ഒക്കെ കണ്ടറിഞ്ഞ മക്കളാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ചുവടും മുമ്പോട്ട് വയ്ക്കുന്നതിന് മുൻപ് അവർ 2 പ്രാവശ്യം ഒന്ന് ചിന്തിക്കും. ഞാനിത് ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്യണോ? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കും. സർവോപരി ദൈവത്തിൽ ആശ്രയിക്കും. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വരുന്ന മക്കൾ. ഇനി നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങൾ എന്താണ്? സന്തോഷം നഷ്ടപ്പെടുത്തി കളയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്നലകളെക്കുറിച്ചുള്ള ചിന്തകൾ. മറ്റൊന്ന്, നാളെയെക്കുറിച്ചുള്ള ചിന്തകൾ. ഇനി ഇന്നലകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നലകൾ നൽകിയ ദുഃഖങ്ങൾ, നൊമ്പരങ്ങൾ, ഒരുപക്ഷെ അതായിരിക്കാം ആദ്യം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത്. ഇനി ഞാൻ പ്രതിപാദിച്ച ആ കർഷകനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പോസിറ്റീവായിട്ട് അതിനെ എടുത്തു, ആ നൊമ്പരങ്ങളെ മാറ്റിവെച്ചു. പക്ഷേ ചിലപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതങ്ങളിൽ ഇന്നലകളെ ദുഃഖങ്ങളും നൊമ്പരങ്ങളും കൈപ്പേറിയ അനുഭവങ്ങളുമാണ്. പ്രിയപ്പെട്ടവരെ, ആ നൊമ്പരങ്ങൾ, ആ കൈപ്പേറിയ അനുഭവങ്ങൾ അത് ദൈവത്തിന് മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാൻ, പൂർണ്ണമായി എടുത്തു മാറ്റുവാൻ, പൂർണ്ണമായ സൗഖ്യം നൽകുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുക. ഇനി എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ മനസ്സിൽ ഇതുപോലൊരു ദുഃഖം, നൊമ്പരമുണ്ടെങ്കിൽ നമ്മളത് ഈ സമയം ഒന്ന് മനസ്സ് ശാന്തമാക്കി പോസ് ചെയ്ത് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈ ദുഃഖം, ഇന്നലകളിലെ ഈ ദുഃഖം മാറുവാൻ ആഗ്രഹിച്ചു, പക്ഷേ മാറിപ്പോകുന്നില്ല. വലിയ ദുഃഖമാ, വലിയ വേദനയാ. ഈശോയെ, എൻ്റെ ദുഃഖം, എൻ്റെ വേദന അങ്ങ് കാണുന്നുണ്ടല്ലോ. എപ്പോഴും സന്തോഷിക്കുവാനാണല്ലോ വചനത്തിൽ പറയുന്നത്. എനിക്ക് സന്തോഷിക്കുവാനായിട്ട് പറ്റുന്നില്ല. അങ്ങ് എൻ്റെ കൂടെ ഉണ്ടാവണമേ. ഇന്നലകളിലെ ദുഃഖം അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോയെ, അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം ജീവിതത്തിൽ മാറ്റങ്ങൾ പതുക്കെ പതുക്കെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നാളെയെക്കുറിച്ചുള്ള ചിന്തകൾ, അത് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ചില വ്യക്തികളുടെ ജീവിതങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. നാളെയെക്കുറിച്ചുള്ള ചിന്തകളെന്ന് പറയുമ്പം ജീവിതത്തിൽ ഇന്നലകൾ സമ്മാനിച്ചത് തിക്താനുഭവങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ആ തിക്താനുഭവങ്ങൾ മനസ്സിൽ നിന്ന് മാറുന്നതോടൊപ്പം വരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനായിട്ട് സാധിക്കത്തില്ല. നെഗറ്റീവ് എനർജി നൽകുന്ന ചിന്തകൾ മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പം നാളെയെക്കുറിച്ച് ഒരുപക്ഷെ ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കുമ്പം നമുക്ക് പോസിറ്റീവായിട്ടൊന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. നിരാശ നൽകുന്ന ചിന്തകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇന്നലകളിൽ ജീവിക്കരുതേ, നാളകളിൽ ജീവിക്കരുതേ, ഇന്ന് ജീവിക്കുവാനായിട്ട് ശ്രമിക്കാം. ഇന്നലകളും നാളകളും അത് പൊയ്ക്കോട്ടെ. ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കാൻ, സന്തോഷമായിരിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഇന്ന് സന്തോഷമായിരിക്കുവാൻ, എപ്പോഴും സന്തോഷമായിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതാണ് നമ്മുടെ പ്രാർത്ഥന. അതോടൊപ്പം തന്നെ നിരന്തരമായ കുറ്റപ്പെടുത്തലുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സന്തോഷം കെടുത്തിക്കളയും. ഇനി കുറ്റപ്പെടുത്തുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമില്ല, അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രതീക്ഷയില്ല, സ്വപ്നങ്ങളില്ല. അപ്പോൾ എന്തിനോ വേണ്ടിയിട്ടുള്ള ഒരു കരച്ചിലാണ് ആ കുറ്റപ്പെടുത്തലുകൾ. അങ്ങനെ വന്നു കഴിയുമ്പം അവൻ്റെ സന്തോഷം നഷ്ടമാകും. ഇനി രണ്ടാമത്തെ തലത്തിൽ എന്ന് പറയുന്നത്, ഇത് കേൾക്കുന്ന വ്യക്തി, അവനും ഭയങ്കര വിഷമമാണ്. കാരണം എന്താ? എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയുള്ളൂ, ഒരു നല്ല വാക്ക് പോലും പറയുന്നില്ല. ഇത് ആ വ്യക്തിക്കും ഭയങ്കര വിഷമമാണ്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ചോ, എൻ്റെ മകൾ ഡിഗ്രിക്ക് പഠിക്കുക. 18 വയസ്സായപ്പം അവളുടെ ആഗ്രഹം എന്നോട് പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്ന്. ഞാനത് +2 കഴിഞ്ഞ സമയത്ത് അത് ഭർത്താവിനോടൊക്കെ ചോദിച്ച് അങ്ങനെ അവൾക്ക് അതിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തു. ലേണേഴ്സ് ടെസ്റ്റിന് പോയി, അവൾ പാസ്സായി. അപ്പോൾ അവൾ ഡിഗ്രി പഠനത്തിൽ ചേർന്ന ആ സമയത്താണ് ഡേറ്റ് കിട്ടുക ഈ ടെസ്റ്റിനുള്ളത്. അങ്ങനെ അവൾ
ഒരു ദിവസത്തെ അവധിയൊക്കെ എടുത്ത്, ഒരു വെള്ളിയാഴ്ചയാണ് ടെസ്റ്റ്, ഒരു ദിവസത്തെ അവധിയൊക്കെ എടുത്ത് വ്യാഴാഴ്ച വന്നു. എങ്ങനെ എച്ചു വരയ്ക്കണം എന്നതിനെക്കുറിച്ചൊക്കെ പ്രാക്ടീസ് എടുത്തു. ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോയി പ്രാക്ടീസൊക്കെ എടുത്തു. അവൾ അങ്ങനെ ടെസ്റ്റിന് ഒരു വെള്ളിയാഴ്ച പോവുകയാണ് ചെയ്യുന്നത്. തലേദിവസം വളരെ കോൺഫിഡൻസോടുകൂടെ വളരെ കൃത്യമായിട്ടെടുത്തു. പക്ഷേ ആ ടെസ്റ്റിൻ്റെ അന്ന് അവൾക്കത് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. കുട്ടിക്ക് ഭയങ്കര വിഷമമായി. കാരണം എന്താണെന്നറിയാമോ? ജീവിതത്തിൽ എക്സ്ട്രാ കുരിക്കുലം ആക്ടിവിറ്റീസിലും അതോടൊപ്പം പഠനത്തിലുമൊക്കെ നല്ല നിലവാരം പുലർത്തിയിരുന്ന ഒരു മകളാണ്. അവളുടെ ജീവിതത്തിൽ പരാജയങ്ങളൊന്നും അവളധികം കണ്ടിട്ടില്ല. ആദ്യത്തെ ടെസ്റ്റിൽ അവൾക്ക് വിഷമമുണ്ടായി. പക്ഷേ അവളുടെ അമ്മ അവളെ സമാധാനിപ്പിച്ചു. മകളെ, സാരമില്ല കേട്ടോ, അടുത്ത ടെസ്റ്റ് നമുക്കത് പഠിക്കാം, നമുക്ക് കൃത്യമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ആ മകളെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. പഠനത്തിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസത്തെ ലീവ് എടുത്ത് വീണ്ടും വന്ന് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോയി. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ടെസ്റ്റും പരാജയപ്പെട്ടു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ആ ആദ്യത്തെ പരാജയത്തിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ ടെസ്റ്റ് പരാജയപ്പെട്ടപ്പം ആ മകളുടെ കോൺഫിഡൻസ് പതുക്കെ അങ്ങ് താഴോട്ട് പോകാൻ തുടങ്ങി. അവളിങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ലേ, ഞാൻ പ്രാക്ടീസ് ചെയ്തില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? എനിക്കിനി ഇത് എടുക്കാൻ പറ്റുമോ? മൂന്നാമത്തെ ടെസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഭയങ്കര വിഷമം എന്ന് പറയുന്നത്, എൻ്റെ കൂടെയുള്ളവരൊക്കെ 1നും 2നും ഒക്കെ പാസ്സായി. ഇനി ഈ പ്രാവശ്യം എനിക്ക് എടുക്കാൻ സാധിച്ചില്ല എങ്കിൽ 6-7 മാസം കഴിഞ്ഞ് എനിക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ടൈറ്റ് സ്കെഡ്യൂളാണ് അക്കാഡമിക് ലെവലിൽ. അതുകൊണ്ട് ആകെ വിഷമമായി. എന്തു ചെയ്യണം? ഭയങ്കര ഒരു അവസ്ഥ. പക്ഷേ ആ മാതാപിതാക്കൾ അവളെ കൈകാര്യം ചെയ്ത ഒരു കാര്യമുണ്ട്. അവളോട് പറഞ്ഞു, സാരമില്ല, നീ പരാജയപ്പെട്ടില്ലേ 1-2 പ്രാവശ്യം, അത് വലുതാ. കാരണം എന്താ? ആ പരാജയത്തിൽ നിന്ന് ഒരുപാട് പഠിക്കുവാനുണ്ട്. ഒത്തിരി ആ പരാജയത്തിൽ നിന്ന് ജീവിതത്തെക്കുറിച്ച് ഒത്തിരി പഠിക്കാനുണ്ട്. അതുകൊണ്ട് ദൈവം ഒരുപക്ഷെ അറിഞ്ഞായിരിക്കും അത് തന്നത്. മകൾ ഒത്തിരി പഠിച്ചെടുക്കുവാനുണ്ട് ആ പരാജയത്തിൽ. വിജയിച്ചാൽ പെട്ടെന്ന് അധികമൊന്നും പഠിച്ചെടുക്കാൻ സാധിക്കത്തില്ല. ജീവിതം തന്നെ കുറേ കൂടിയൊക്കെ പഠിക്കുവാൻ സാധിക്കും. ഒരിക്കലും വിഷമിക്കണ്ട. ഇനി എങ്ങനെ ടെസ്റ്റ് പാസ് ചെയ്യണം? ഒന്നാമത്തെയും രണ്ടാമത്തെയും ടെസ്റ്റിന് സെയിം പ്രോബ്ലത്തിലാണ് ആ മകൾ ടെസ്റ്റ് പാസ്സാക്കാഞ്ഞത്. അത് കണ്ടുപിടിക്കാനായിട്ട് അവർ ശ്രമിച്ചു. അങ്ങനെ അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ള നല്ലൊരു ട്രെയിനിങ് കൊടുത്തു. അങ്ങനെ മൂന്നാമത്തെ ടെസ്റ്റിന് പോയി കഴിഞ്ഞ ദിവസം ആ ടെസ്റ്റ് പാസ്സാവുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ ആ മകളെ കുറ്റപ്പെടുത്തുകയും നിനക്ക് പറ്റില്ല എന്ന് പറയുകയും നീ വെറുതെ പൈസ കളയുകയും നീ വെറുതെ ലീവ് എടുത്ത് വരികയും അതോടൊപ്പം നിനക്ക് ഈ 18 വയസ്സായപ്പോഴേ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണല്ലോ, ആ ആഗ്രഹമൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ പോലെ, എന്നോട് പറഞ്ഞതല്ല ഇപ്പോഴേ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്താൽ ആ മകൾക്ക് ഈ ജീവിതത്തിൽ തന്നെ ഒരുപക്ഷെ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുവാനായിട്ട് സാധ്യമാകില്ലായിരുന്നു. എന്നാൽ അവളുടെ ആഗ്രഹത്തോട് ചേർന്ന് നിന്ന് അവളെ സപ്പോർട്ട് ചെയ്തപ്പം അവരിൽ വലിയൊരു വ്യത്യാസമാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് പറയുന്നത്, നിരന്തരമായിട്ട് ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാളിലെ സന്തോഷവും പോകും, കുറ്റപ്പെടുത്തുന്ന വ്യക്തിയിലെ സന്തോഷവും പോകും. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ള നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സൈക്കോളജി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രൊഫസർ പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണ്. അദ്ദേഹം കാൾ റോജർ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞനെക്കുറിച്ചാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കാൾ റോജർ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എമ്പതറ്റിക് ലിസണിങ്. അതായത് നമ്മുടെ മുൻപിൽ ഒരു വ്യക്തി വരികയാണെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ നിശബ്ദതയോടെ കേൾക്കണം. വലിയ നിശബ്ദതയോടെ അദ്ദേഹം പറയുന്ന ലെവലിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വായിച്ചെറിഞ്ഞ് ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് കേൾക്കുവാനായിട്ട് സാധിക്കണം. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താതെ അദ്ദേഹത്തിൻ്റെ വീഴ്ചകളും പോരായ്മകളും ഇനി സക്സസ്സും എല്ലാം നമ്മളതൊന്ന് അംഗീകരിക്കുക. അതിനുശേഷം പറയുക, നിനക്ക് അത് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി ദൈവം നിന്നോട് കൂടെയുണ്ട്, മകളെ നിനക്കത് ചെയ്യുവാൻ സാധിക്കും എന്നൊരു ഉറപ്പ് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ ഭയങ്കരമായ വ്യത്യാസം വരും. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീയെ ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എല്ലാവരും കുറ്റപ്പെടുത്തി. പക്ഷേ ഈശോ എന്താ അവളോട് പറഞ്ഞത്? മകളെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു,
ഇനി നീ പഴയതുപോലെയൊന്നും ഇനി ചെയ്യരുത് കേട്ടോ, നിൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ച് അയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പം ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ, എന്നെ മനസ്സിലാക്കിയ ഒരാളുണ്ടല്ലോ, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക ചെയ്തത്. പത്രോസ്ലീഹായുടെ ജീവിതം നമുക്ക് എടുക്കാം. 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞില്ലേ? പക്ഷെ എത്രമാത്രം തള്ളിപ്പറഞ്ഞോ അത്രമാത്രം ചേർത്ത് പിടിച്ച് അങ്ങനെ ആ സഭയുടെ തലവനായി തന്നെ ആ പത്രോസ്ലീഹായ ഈശോ സ്വീകരിച്ചില്ലേ? എങ്ങനെയാണ് അത് സാധ്യമായത്? അവൻ്റെ കുറവുകളൊക്കെ ഈശോയ്ക്ക് അറിയാമായിരുന്നു, അവൻ്റെ സ്ട്രെങ്തും ഈശോയ്ക്ക് അറിയാമായിരുന്നു. അവനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പിന്നെ ആ സ്നേഹം ഉണ്ടല്ലോ അതൊരിക്കലും പോയില്ല. കാരണം എന്താ, ഞാൻ എൻ്റെ ഗുരുവിനെ തള്ളി പറഞ്ഞു, പക്ഷേ ആ ഗുരു എൻ്റെ കുറവ് മനസ്സിലാക്കി എന്നെ ചേർത്ത് പിടിച്ചു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആ ഗുരുവിന് വേണ്ടിയിട്ട് തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ട് രക്തസാക്ഷിത്വം കൈവരിക്കുവാനായിട്ട് വിശുദ്ധ പത്രോസ്ലീഹായ്ക്ക് സാധിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സന്തോഷം നഷ്ടമാകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം നഷ്ടമാകും, ആ വ്യക്തികളുടെയും സന്തോഷം നഷ്ടമാകും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, അതായത് അകമഴിഞ്ഞ ഒരു പ്രോത്സാഹനം, അവരെ വിധിക്കാതെ നിനക്കത് ചെയ്യുവാനായിട്ട് സാധിക്കും, കുറവുകളിലേക്ക് നോക്കാതെ നിനക്കത് ചെയ്യുവാനായിട്ട് സാധിക്കും. പഴയത് അത് പോയി, ഇനി പുതിയതാണ്, നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കഴിവുണ്ട്, ശക്തിയുണ്ട്, അത് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് പറയുമ്പം ജീവിതം മാറിമറിയുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം നന്ദി നിറഞ്ഞ ഒരു ജീവിതമായിരിക്കണം നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. നന്ദി നിറഞ്ഞ ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ അത് നമ്മെ വലിയ സന്തോഷത്തിലേക്കും ആത്മീയ നിർവൃതിയിലേക്കുമാണ് നയിക്കുക. ഒരു പക്ഷേ നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾക്ക് നിറക്കൂട്ടുകൾ പകരുവാനായിട്ട് സാധിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമാണ്, ഭയങ്കര അസ്വസ്ഥതയാണ്. ഇനി നമുക്ക് നന്ദി നിറഞ്ഞ ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ദൈവമേ, എനിക്ക് ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനായിട്ട് സാധിക്കുന്നു, ഞാനതിന് നന്ദി പറയുന്നു എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം ഒരുപാട് അനുഗ്രഹം വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങൾ, ദൈവമേ, എനിക്ക് എൻ്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ ടി വിയുടെയോ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സിൻ്റെയോ മുൻപിലിരുന്ന് എനിക്ക് ഈ വചനം കേൾക്കുവാൻ സാധിക്കുന്നു, ഈശോയെ നന്ദി പറയുന്നു. എത്രയോ പേർക്ക് കേൾവിശക്തിയില്ല, എത്രയോ പേർക്ക് കാഴ്ചശക്തിയില്ല, ഇനി എത്രയോ പേർക്ക് ഇതൊന്നും കേൾക്കാനൊരു താല്പര്യവുമില്ല. പക്ഷേ എനിക്ക് ഇതാ കേൾവിശക്തിയുണ്ട്, കാഴ്ചശക്തിയുണ്ട്, സർവ്വപരി കേൾക്കുവാനുള്ള ഒരു മനസ്സുണ്ട്. ഈശോയെ ഞാൻ നന്ദി പറയുന്നു എന്ന് ഏറ്റുപറയുമ്പോൾ ഭയങ്കരമായ വ്യത്യാസമാണ്. ഈ നന്ദി നിറഞ്ഞ ജീവിതത്തിൽ ചില കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഒരു ചെറിയൊരു വീട്ടിലാണ് ജീവിക്കുന്നതെന്ന് തോന്നുക. ആ ചെറിയ വീട്ടിൽ ജീവിക്കുമ്പോൾ ഒന്ന് ഓർക്കുക, എൻ്റെ വീട് ചെറുതാണെങ്കിലും സന്തോഷമുണ്ടല്ലോ, വലിയ ബാങ്ക് ലോണൊന്നും ഇല്ല, ദൈവത്തിന് നന്ദി പറയുക. ഇനി ഒരു കാറുണ്ടെന്ന് വിചാരിക്കുക, പഴയ മോഡൽ ഒരു മാരുതി 800 ആണെന്ന് വിചാരിക്കുക. ഈശോയ്ക്ക് നന്ദി പറയുക, ഈശോയെ എനിക്കൊരു ചെറിയ കാറുണ്ടല്ലോ, വലിയ ലോണൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു കാറ്, എനിക്ക് സന്തോഷമായിട്ട് പള്ളി വരെ ഒന്ന് പോകാൻ, അത്യാവശ്യം എൻ്റെ കുടുംബത്തോടൊപ്പം പുറത്തേക്ക് പോകുവാനായിട്ടൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. ഈശോയെ നന്ദി പറയുന്നു. അതോടൊപ്പം ആഗ്രഹമുണ്ട് കേട്ടോ വലിയൊരു കാറിലേക്കൊക്കെ പോകാൻ. ഈശോയ്ക്ക് അറിയാമല്ലോ, അത് അങ്ങ് ഇഷ്ടപ്പെടുന്ന സമയത്ത് അതെനിക്ക് അങ്ങ് തരുമെന്ന് എനിക്കറിയാം, എന്നെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെയൊരു പ്രാർത്ഥന. ഇനി കുടുംബത്തിൽ സന്തോഷകരമായിട്ട് ജീവിക്കുവാനായിട്ട് ചിലർ പറയച്ചോ, സമ്പത്തുണ്ട്, എൻ്റെ ജീവിത പങ്കാളിക്ക് സൗന്ദര്യമുണ്ട്, നല്ലൊരു ജോലിയൊക്കെയുണ്ട്, പക്ഷേ സന്തോഷമില്ല. ഇന്ന് ഓർത്തു നോക്കി, എനിക്ക് അധികം സമ്പത്തൊന്നുമില്ല, എൻ്റെ ജീവിത പങ്കാളിക്ക് അധികം അങ്ങനെ സൗന്ദര്യമൊന്നുമില്ല, പക്ഷേ സമ്പത്തില്ലെങ്കിലും അവിടെ സൗന്ദര്യമില്ലെങ്കിലും മറ്റൊന്നുണ്ട്, അവിടെ സ്നേഹമുണ്ട്, കൂട്ടായ്മയുണ്ട്. എൻ്റെ ഒരു ചലനം കാണുമ്പം
അത് മനസ്സിലാക്കാൻ, എനിക്കൊരു രോഗം വന്നു കഴിയുമ്പം എൻ്റെ കൂടെ നിൽക്കാൻ, ഒരു ബിസിനസ്സിൽ പരാജയപ്പെടുമ്പം എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ജീവിത പങ്കാളി, മക്കൾ, കുടുംബം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്ത, പോസിറ്റീവ് എനർജി നൽകുന്ന ചിന്ത നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, സന്തോഷത്തോടെ ജീവിക്കുവാൻ, എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമ്മൾക്ക് എന്തു ചെയ്യുവാനായിട്ട് പറ്റും? ജീവിതത്തിൽ കയറ്റിറക്കങ്ങളുണ്ട്. നമുക്കറിയാലോ, വേലിയേറ്റവും വേലിയിറക്കവും വരുന്നത് പോലെ ജീവിതം എപ്പോഴും നമുക്ക് സന്തോഷമായിരിക്കുവാൻ അല്ലെങ്കിൽ എപ്പോഴും ദുഃഖിച്ചിരിക്കുവാൻ അത് പ്രകൃതി തന്നെ ഏറ്റെടുക്കും ഒരു വശം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. തീരാ ദുഃഖങ്ങൾ, ആ ദുഃഖങ്ങൾ മാറും. ഈ തീരാ ദുഃഖങ്ങൾ, നൊമ്പരങ്ങൾ, ആരോടും പറയാൻ പറ്റാത്ത തീരാ ദുഃഖങ്ങൾ, നൊമ്പരങ്ങൾ വിശുദ്ധ കുർബാനയുടെ മുന്നിലിരുന്ന്, എൻ്റെ ഈശോയെ, ഈ വേദന എന്നും മാറും, എനിക്കറിയില്ല, സമർപ്പിക്കുന്നു, ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പം പ്രിയപ്പെട്ടവരെ, ആ നിമിഷം തന്നെ നിങ്ങൾ അനോയിൻ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ദുഃഖവും വേദനയും ദൈവം ഏറ്റെടുക്കുക. അത് സഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള വലിയൊരു ശക്തി ദൈവം നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഇനി സന്തോഷമുള്ള നിമിഷങ്ങളും സന്തോഷം നിറഞ്ഞ ഇവൻറ്റുകളും ഇടയ്ക്കൊന്ന് ഓർക്കണം. വലിയ സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. കുരിശിൻ്റെ തണലിൽ എന്ന് പറയുന്ന ഈ വചനപ്രഘോഷണ പരമ്പര ആരംഭിക്കുന്ന സമയത്ത് 10-15 എപ്പിസോഡ് മുമ്പോട്ട് പോയി. ഞാൻ ഓർത്ത്, കർത്താവേ, ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ? കാരണം എന്താ, എല്ലാ ആഴ്ചയിലും പ്രിപ്പയർ ചെയ്യണം, ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, പുതിയ ടോപ്പിക് എടുക്കണം. ചില സമയത്തൊക്കെ തമ്പുരാനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇതെങ്ങനെ കുറേ വ്യക്തികളിലേക്ക് എത്തിക്കാൻ പറ്റും, അറിയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. അതായത് ഒരു 30-35 എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരക്കണക്കിന് ആൾക്കാരിലേക്ക് ദൈവം ഈ വചനം എത്തിക്കുകയാണ് ചെയ്തത്. പിന്നെ ഓരോ ആഴ്ചയിലും ഓരോ ടോപ്പിക്, വ്യത്യസ്തമായ ടോപ്പിക്ക് നൽകി ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ കുറവുകൾ, ആകുലതകൾ സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മളെ ദൈവം ശക്തിപ്പെടുത്തുമെന്നുള്ളത് ഉറപ്പാണ്. ആയതിനാൽ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോയുടെ മുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, എന്നെ കേൾക്കുന്ന വ്യക്തികളിൽ അവർക്ക് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. കഴിഞ്ഞകാല ജീവിതം ദുഃഖങ്ങളൊക്കെ സമ്മാനിച്ച നൊമ്പരങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ. വലിയൊരു പ്രതീക്ഷ കൊടുക്കണമേ. ഉള്ളതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയിലേക്ക് അടുത്തു വരുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ആമേൻ.